യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ IFS പരീക്ഷയിൽ മിന്നും റാങ്ക് നേട്ടവുമായി തൃശൂർ മുടിക്കോട് സ്വദേശിനി. കേരളത്തിൽ നിന്ന് ഈ വർഷം IFS സ്വന്തമാക്കുന്ന രണ്ടുപേരിൽ ഒരാളായ ഈ യുവതി തൃശൂർ ജില്ലയ്ക്ക് അത്യപൂർവ നേട്ടമാവുകയാണ്. മുടിക്കോട് സ്വദേശി താമരശ്ശേരി സത്യൻ മിനി ദമ്പതികളുടെ മകൾ ശിശിരയാണ് IFS പരീക്ഷയിൽ 87ാം റാങ്ക് സ്വന്തമാക്കിയത്. മണ്ണുത്തി കൈലാസനാഥ വിദ്യാനികേതനിൽ സ്കൂൾ വിദ്യാഭ്യാസവും തൃശൂർ ദേവമാത പബ്ലിക് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവും നേടിയ ശിശിര കാർഷിക സർവകലാശാല കോളേജ് ഓഫ് ഫോറസ്ട്രിയിൽ നിന്ന് BSc ഓണേഴ്സ് ഫോറസ്ട്രി 2022 1ാം റാങ്കോടെ വിജയിച്ചിരുന്നു. ബിരുദ പഠനത്തിന്റെ 2ാം വർഷം തുടങ്ങിയ IFSനുള്ള തയ്യാറെടുപ്പ് 1ാം റാങ്ക് നേട്ടത്തോടെ ഊർജിതമാക്കുകയായിരുന്നു. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലോട്ട് വരുന്നത് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായത് ഞാൻ കോളേജ് ഓഫ് ഫോറസ്ട്രിയിൽ കയറിയതിന് ശേഷമാണ്. അപ്പം ഫസ്റ്റ് ഇയർ തന്നെ ഇതാവണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടൊരു ആഗ്രഹം വന്നു. അങ്ങനെ സെക്കൻഡ് ഇയർ തൊട്ടിട്ട് ഞാൻ അതിൻ്റെ ഒരു കോച്ചിങ്ങൊക്കെ എടുത്തു തുടങ്ങി, വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു സിലബസ് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഈ എക്സാം പാറ്റേൺ, സിവിൽ സർവീസിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലാക്കും ഒക്കെ ചെയ്തു. ഞാൻ ഒരു കൊല്ലം മൊത്തമായിട്ട് ഇതിനു വേണ്ടി ഇരുന്ന് പഠിച്ച് അങ്ങനെ പ്രിലിംസ് പാസ്സായി, പിന്നെ മെയിൻസ്, പിന്നെ ഇൻ്റർവ്യൂ, അങ്ങനെ ഇപ്പോൾ ഈ ഒരു റാങ്കിലെത്തി. ആഗ്രഹം കേരള കാഡറാണ്, അത് കിട്ടാൻ വേണ്ടി അത്ര ആഗ്രഹമുണ്ട്. രാജ്യവ്യാപകമായി 14.5 ലക്ഷം പേരെഴുതിയ പ്രിലിമിനറി പരീക്ഷ കടന്ന് ചെന്നൈയിൽ IFS മെയിൻ പരീക്ഷ എഴുതി. തുടർന്ന് ഡൽഹിയിൽ ഏപ്രിൽ 30-നായിരുന്നു അഭിമുഖം. ഈ മാസം 19-ന് ഫലം വന്നപ്പോൾ 87ാം റാങ്കോടെ കാത്തിരുന്ന മിന്നും വിജയം. വനംവകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്ന അമ്മയുടെ ബന്ധുക്കളിൽ ചിലരുടെ വിശേഷങ്ങൾ കുഞ്ഞുനാളിലെ ശിശിരയുടെ മനസ്സിൽ പ്രകൃതിയോടും കാടിനോടും ഇഷ്ടം അങ്കുരിപ്പിച്ചിരുന്നു. കാർഷിക സർവകലാശാലയിലെ ഫോറസ്ട്രി ബിരുദ പഠനകാലമാണ് IFSലേക്ക് ഉന്നമിടാൻ ശിശിരയ്ക്ക് കൂടുതൽ പ്രചോദനമായത്. പക്ഷി നിരീക്ഷണവും ട്രക്കിങ്ങും ഇഷ്ടങ്ങളായുള്ള ശിശിര IFS നേടിയതിലുള്ള ആഹ്ലാദത്തിലാണ് കുടുംബം. കോലഴി തിരൂർ പേൾ ഹോംസിലാണ് ഏക സഹോദരൻ യദുകൃഷ്ണൻ ഉൾപ്പെടുന്ന ശിശിരയുടെ കുടുംബം ഇപ്പോൾ താമസിക്കുന്നത്. മസൂരിയിൽ 3 മാസത്തെ അടിസ്ഥാന പരിശീലനവും ഡെറാഡൂണിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമിയിൽ 16.5 മാസത്തെ തുടർ പരിശീലനവും കഴിഞ്ഞ് കേരള കാഡറിൽ തന്നെ നിയമനം നേടണമെന്നാണ് ഈ 25-കാരിയുടെ മോഹം. TCV ന്യൂസ്, തൃശൂർ.